തിരുവനന്തപുരത്ത് 23 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. കഴക്കൂട്ടത്തെ ഒരു സ്പായിൽ വെച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി റിപ്സൺ യുവതിയെ പീഡിപ്പിച്ചത്. ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. സിജോ വിജോൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിജോ, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് യുവതിയെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു പീഡനം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. പ്രതിവിവരങ്ങൾ. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് സംഭവം ഉണ്ടാവുന്നത്. പാലക്കാട് സ്വദേശിനിയാണ് ഈ പീഡനത്തിനിരയായിട്ടുള്ള യുവതി. ഇവരുടെ ഒരു സുഹൃത്തുണ്ട്, അവരാണ് ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ. ഈ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഈ പീഡനത്തിനിരയായിട്ടുള്ള ഈ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ കൂടെ നിന്നിട്ടുള്ള ആ സ്ത്രീ അവരോട് സ്പായിൽ ജോലി ചെയ്യുകയാണ്. ആ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായി ജോലി നൽകാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ അവർ അവിടെ എത്തുന്നു. ആ സമയത്ത് ഈ സ്പായിലേക്ക് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പിന്നീടാണ് ഈ ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള യുവതി ഈ അവരുടെ സുഹൃത്തായിട്ടുള്ള ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി റിസ്പിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അവര് ഈ പെൺകുട്ടിയെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. ഈ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഇയാൾ അവിടുന്ന് കടന്നു കളയുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് വിവരങ്ങൾ പറയുകയും പിന്നീട് ആണ് പോലീസിലെ വിവരം അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ അവിടെ എത്തി എന്നുള്ള വിവരങ്ങൾ വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്സനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന യുവതിയെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ് സിജോ വിജോ.